Watch India's largest kids library only on Jio Hotstar. Download the app now. ഇവിടെ ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖമാ. കുട്ടികളെ ഒരുപാട് വെള്ളത്തിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ. ശിവയെ കണ്ടില്ലല്ലോ. ശിവ മലയുടെ മുകളിൽ സൈക്കിൾ ചവിട്ടാൻ പോയിരിക്കാണ്. പെട്ടെന്ന് മടങ്ങി വരും. സാർ, ഇങ്ങനെ ബോധം കെട്ട് കിടന്നിട്ട് കാര്യമില്ല. എനിക്ക് സാർ എന്റെ പരിധിയിൽ സീ മോൺസ്റ്ററോ ഒരിക്കലും സംഭവിക്കില്ല. ഈ ലെറ്റോസിന്റെ പേര് കേട്ടാ തന്നെ പക്ഷികള് പറക്കുന്നത് നിർത്തിക്കളയും. മീനുകൾ എങ്ങനെ നീന്താന്ന് മറന്നു പോകും. സിംഹം വേട്ടയാടുന്നത് തന്നെ നിർത്തിക്കളയും. നിങ്ങൾ പറയുന്നു ഇതൊക്കെ സംഭവിക്കുന്നു. ശരി, എന്നാ അതൊന്ന് കാണട്ടെ. നിങ്ങൾ പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് ശിവയാണ് നമ്മൾ എല്ലാവരും രക്ഷിച്ചത്. ശിവയെ പോലെ ധൈര്യം മറ്റാർക്കും ഉണ്ടാവില്ല. അതിന് നമ്മൾ എല്ലാവരും പ്രശംസിക്കണം. എന്നാൽ ഇന്ന് രാത്രി ആ മോൺസ്റ്റർ വരികയാണെങ്കിൽ സാറ് വേഗം ചെന്ന് അതിന്റെ കൈ രണ്ടെണ്ണം ഇല്ലാതാക്കണം. എന്താ പറഞ്ഞ രണ്ട് കൈയുണ്ടെന്നോ? മോൺസ്റ്ററിന് രണ്ട് കയ്യോ? നിങ്ങളുടെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ആരും ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സീ മോൺസ്റ്റർ ആരും കണ്ടിട്ടില്ല. ഇത് ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നതാണ് കേട്ടത്. ഒരുപാട് വർഷങ്ങളായിട്ട് ലൈറ്റ് ഹൗസ് പൂട്ടിക്കിടക്കുക, അങ്ങോട്ട് ആരും പോവാറുമില്ല. അതുകൊണ്ടായിരിക്കും സീ മോൺസ്റ്റർ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അത് അവിടെ തന്നെയാ ഉള്ളത്. അതിനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. ഇവിടെ ഇനി എന്ത് വന്നാലും പേടിക്കണ്ട. കാരണം ലഡ്ഡു സിംഗ് സാർ ഉണ്ടല്ലോ. മോൺസ്റ്റർ വന്ന് അതിന്റെ രണ്ട് കൈ ഓടിച്ചു കളയും. എനിക്ക് രണ്ട് കൈ ഉണ്ടായിട്ടെന്താ കാര്യം? ഞാൻ ഇൻസ്പെക്ടറാണ്, പയൽവാണൊന്നുമല്ല. ശരി, നിങ്ങൾ എല്ലാവരും പേടിക്കാതെ പോയി കിടന്നുറങ്ങിക്കോളൂ. എന്തേലും പ്രശ്നം വന്നാൽ അപ്പൊ ശിവനെ വിളിച്ചാ മതി. ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചാ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, ആ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞത് കണ്ടല്ലോ. ഈ സമയത്ത് ആരായിരിക്കും അവിടെ? ലൈറ്റ് കൊണ്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? ആർക്കും
ആർക്കോ എന്തോ സിഗ്നൽ കൊടുക്കുന്ന പോലെ. വരൂ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഏയ്, ഏയ്, നിങ്ങളെ ഈ പിള്ളേര് അർദ്ധരാത്രിയിൽ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? ചെന്നുറങ്ങ്, വേഗം പോയി കിടന്നുറങ്ങാൻ. സർ, അവിടെ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിച്ച് ആർക്കോ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു രഹസ്യമുണ്ട്. രഹസ്യം? ഓ, എന്തോന്നപ്പ അവിടെ രഹസ്യം? ഇനിയിപ്പോ ഈ രാത്രി സമയത്ത് നീ എന്നോട് പറയും നിന്നോടൊപ്പം അങ്ങോട്ടൊന്ന് വരണമെന്ന്. നിങ്ങളെ പോലെ ഒരു പരാക്രമശാലിയായ ഇൻസ്പെക്ടർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല. അത് വേണോ? അല്ല, ദേ അത് കണ്ടോ? ആ രണ്ട് പലകപ്പാലം കൂട്ടിക്കെട്ടിരിക്കുന്നത്. അപ്പോ ലൈറ്റ് ഹൗസിൽ തീർച്ചയായിട്ടും ആരോ പോക്കുവരവുണ്ടെന്ന് അർത്ഥം. ശിവ, അവര് പോവാണെങ്കിൽ പോകട്ടെ, നമുക്കാരും പേടിക്കേണ്ട കാര്യമില്ല. വാ, നമുക്ക് തിരിച്ചു പോയി കിടന്നുറങ്ങാന്നേ. ഇങ്ങനെ രാത്രി ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ബാഡ് മാനേഴ്സ് അല്ലേ? സർ, ഈ അർദ്ധരാത്രിയിൽ ലൈറ്റ് ഹൗസിൽ ഒരു ഗുഡ് മാനും ഉണ്ടാവില്ല. ബാഡ് മാൻസ് ആയിരിക്കും അധികം. പോകാം. എന്താ പോകാം? നീ പേടിക്കണ്ട, എന്നോടൊപ്പം വന്നോ. അതെ ശിവ, ഇവിടെ ആരും കാണുന്നില്ല. വന്നേ, നമുക്ക് തിരിച്ചു പോകാന്നേ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആരോ ഇവിടെ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ട്. അല്ല, മോൺസ്റ്റർ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുമോ അല്ലേ? അപ്പൊ ആ ഗൈഡ് നമ്മളെ മണ്ടന്മാരാക്കി. ദേ മോൺസ്റ്റർ വരുന്നെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ അയാള്? ഇവിടെ എന്തൊക്കെയോ കുഴപ്പം നടക്കുന്നുണ്ട്. ഇതെന്തൊരു ജന്തുവാണ്? സാറിന്റെ ബാറ്റ് കത്തുന്നു.
ഓടിക്കോ. എന്തത് വണ്ടി പോവാതെ? വരൂ, ഞങ്ങളുടെ കൂടെ വരൂ. ലഡു സിംഗ് സാർ എവിടെ പോയി? അദ്ദേഹം പോലീസല്ലേ, ചിലപ്പോ മോൺസ്റ്റർ അന്വേഷിച്ച് പോയിട്ടുണ്ടാകും. മോൺസ്റ്റർ അങ്ങേരുടെ കൂട്ടുകാരനായി കാണും. ഇങ്ങനത്തെ തമാശ പറയരുത്. അദ്ദേഹം ചിലപ്പോ ഏതെങ്കിലും ആപത്തിൽ പെട്ടിരുന്നെങ്കിലോ. ഓ നോ, നമുക്ക് അന്വേഷിച്ചു പോയേ പറ്റൂ. വേണ്ട സാറേ, നമ്മളെ വിടാൻ പറഞ്ഞേ. നിങ്ങൾ എന്തിനാ വെറുതെ ഹൂല ഹൂലാന്ന് ബഹളം വെക്കുന്നേ? ഇതിന്റെ അർത്ഥം എന്താ പറഞ്ഞു തന്നേ. എന്റെ പേര് അർഹബൂജ എന്നാണ്. ഞാനാണ് ഇവരുടെ നേതാവ്, അറിയോ? നിങ്ങളും ആ കുട്ടികളും ചേർന്ന് ഞങ്ങളുടെ താവളത്തിൽ മനഃപൂർവ്വം വന്ന് ഞങ്ങളുടെ സമുദ്ര രാക്ഷസനെ ഉണർത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ ആ രാക്ഷസനെ വിളിച്ച് നിങ്ങളെ തിന്നാൻ കൊടുക്കും. പൂജ പൂജ ഹർ ഹബൂജ. കൊട്ടു, ഉച്ചത്തിൽ കൊട്ടു, വേഗം രാക്ഷസനെ ഉണർത്തൂ. താനെന്തായി കാണിക്കുന്നേ? തൽക്കാലം നിങ്ങൾക്ക് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ 65 എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിത്തരാം. അതിന് ഞങ്ങളെ ഇവിടുന്ന് ഒന്ന് പോകാൻ അനുവദിക്കേ. പ്ലീസ് ഒന്ന് സഹായിക്കണം. പൂജ പൂജ ഹർ ഹബൂജ. പിടിക്കൂ പിടിക്കൂ. ഇന്നത്തേക്ക് ശേഷം പിന്നീട് ഒരിക്കലും എന്റെ താവളത്തിൽ നിങ്ങൾക്ക് വരാനേ പറ്റില്ല. ചോദിക്കൂ അതെന്താണ്? എന്താണ്? കാരണം നിന്നെ സമുദ്ര രാക്ഷസൻ ഇന്ന് തിന്നാൻ പോവുകയാണ്. വിട്ടേക്ക്, ഞങ്ങളെ ഇവിടുന്ന് വിട്ടേക്ക്. അല്ല, വിട്ടു കഴിഞ്ഞു. ഞാൻ പോവുകയാണ്. നീ രാക്ഷസനുമായി മല്ലടിച്ചോളൂ. കാരണം അത് ആഹാരം കഴിക്കുന്ന സമയത്ത് അതിനെ ആരും ശല്യം ചെയ്യുന്നത് അതിന് ഇഷ്ടമല്ല. പൂജ പൂജ ഹർ ഹബൂജ. പിടിക്കൂ പിടിക്കൂ, തിന്നോളൂ. ഈ ഹൂല ഹൂല വല്ല സമോസയാണോ? എന്ത് വേണമെങ്കിൽ വാങ്ങിത്തരാൻ. ഞങ്ങളൊന്ന് അഴിച്ചു വിട്. എനിക്ക് എന്റെ അമ്മയെ കാണണം. ശിവ, ഇതൊന്ന് വേഗം ഊരിയേ. താങ്ക് യു ശിവ, താങ്ക് യു. നീ ഏതായാലും വന്നല്ലോ, ഇനി ഞങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല. ശിവ, നീ ഇത് കണ്ടോ? മോൺസ്റ്റർ വരുന്ന അതിനെ തടയേ. വേഗം വേഗം നമുക്ക് രക്ഷപ്പെടണം.
നിങ്ങൾ കുട്ടികൾ വല്ലാത്തൊരു ശല്യമാണ്. ഞങ്ങളുടെ താവളത്തിൽ വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നീയൊക്കെ എന്റെ സമുദ്ര രാക്ഷസനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ രാക്ഷസനെ വിളിക്കാൻ പോവുകയാണ്. ഈ പോലീസുകാരെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരെയും അത് വിഴുങ്ങിക്കളയും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിടിക്കൂ, ആ കുട്ടിയെ ചെന്ന് പിടിക്കൂ. ആരും രക്ഷപ്പെടാൻ പാടില്ല. ആ ധൈര്യശാലിയായ നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പൊ എവിടേക്കാണ് പോയത്? പറ. ആദ്യം രാക്ഷസൻ നിങ്ങളെ കഴിക്കട്ടെ, ബാക്കി കാര്യം പിന്നെ നോക്കാം. രാക്ഷസനെ വിളിക്കൂ, വേഗം ശബ്ദം മുഴക്കൂ. ശിവ, നീ ഇതിനകത്ത് എങ്ങനെയാ? ഇത് ശരിക്കുള്ളതല്ല യുടി. ഇത് ആ സർദാറിന്റെ ഒരു കള്ളക്കളിയായിരുന്നു. ഈ മോൺസ്റ്ററിന്റെ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ സർദാർ ഹബൂഷ, നിങ്ങളുടെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്കിൾ പറയൂ, നിങ്ങൾ ആരാണ്? എന്റെ പേരാണ് നട്വർ സിംഗ്. ഞാനും എന്റെ കൂടെയുള്ളവരും കാട്ടുജാതിക്കാരല്ല. ഇവിടെ വലിയ വലിയ പവിഴങ്ങളും മുത്തുകളും കിട്ടുന്ന സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ഞാൻ ആൾക്കാരെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് മോൺസ്റ്റർ മുഖേന ഈ കാട്ടുജാതിക്കാരെ എല്ലാവരെയും ഞാൻ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നീ ഒരുത്തൻ എന്റെ എല്ലാ പ്ലാനും വെള്ളത്തിലാക്കി. ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത്. കുട്ടീനെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ ഹൂജാന്ന് വിളിക്കാൻ പറ്റോ? ശിവ, ശിവ, ശിവ എന്നാണ് എന്റെ പേര്. രവ, അതെ, യോടി, ലഡു സിംഗ് സാർ, നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ ഈ ആഘോഷമായി ഒരു കൈ നോക്കിട്ട് വരാം.
നോ നോ ശിവ ശിവ വേണ്ട നീ എന്തായി കാണിക്കുന്നേ സാരത പേടിച്ചു പോയോ? ഞാൻ പേടിക്കാനോ? ശിവ, പേടി എന്ന വാർത്ത എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് മോൺസ്റ്റർ ആണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഒറിജിനൽ ആയിരുന്നുവെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി തല്ലി തല്ലി ഇടിച്ച് അതിനെ ചമ്മന്തിയാക്കിയേനെ. എനിക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഐ Three cheers for Shiva! Hip hip hooray! Hip hip hooray! Hip hip hooray! Watch India's largest kids library only on Jio Hotstar. Download the app now.